ചെറുതും വലുതുമായ യാത്രകൾ എപ്പോഴും മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണല്ലോ. അങ്ങനെ എവിടെ പോകുന്നു തീരുമാനിച്ച് ഞങ്ങൾ അവസാനം പഴശ്ശി ഡാമിൽ പോകാമെന്ന തീരുമാനത്തിലെത്തി. കാരണം അത് വീടിനടുത്താണ്. ഒരു 4 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പോൾ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് വളരെയധികം എൻ്റർടൈൻമെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻട്രൻസിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ നമുക്കൊരു ഫീസുണ്ട്. എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് 40 രൂപ കൊടുക്കണം. ഞങ്ങൾ പക്ഷേ പാക്കേജാണ് ചൂസ് ചെയ്തത്. അങ്ങനെ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കാറ് കാണുന്നു. അപ്പോൾ അതിൽ പിള്ളേർക്ക് കാരണം എല്ലാവരും കയറി. അവർക്കത് പരസ്പരം കൂട്ടിയിടിക്കുന്നതിലായിരുന്നു കേട്ടോ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ പാക്കേജ് എടുക്കുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ റൈഡിലും കയറാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ഞങ്ങൾ പാക്കേജ് എടുത്തപ്പോൾ ചിൽഡ്രന് 450യും വലിയ അഡൽട്ടിന് 350യുമാണ് ആയത്. അപ്പോൾ നമുക്ക് നഷ്ടമൊന്നും തോന്നിയില്ല. കാരണം ഞങ്ങൾ എല്ലാ റൈഡിലും കയറി. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റിന് കൊടുക്കാൻ നേരത്തിന് 1000ന് മുകളിൽ പൈസ വരുന്നുണ്ട്. കുട്ടികൾക്ക് കുറച്ച് റൈഡ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് 450 പൈസ വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെയാണ് ബാക്കി റൈഡുകളൊക്കെ ഉള്ളത്. കാരണം ഞങ്ങൾ താമസിച്ച് വന്നതുകൊണ്ട് അവർ പറഞ്ഞു എത്ര ക്ലോസ് ആക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നിങ്ങൾ കയറാൻ പറ്റുന്നതിലെല്ലാം കയറിക്കോളാനായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് സിപ്പ് ലൈന് കയറുക എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ സിപ്പ് ലൈൻ ഒരു ചെറിയ സിപ്പ് ലൈനാണ്. എന്നാലും എൻജോയ് ചെയ്തു. മറ്റുള്ള സ്ഥലത്ത് നമ്മൾ വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകാൻ നേരത്ത് അവിടെ വലിയ സിപ്പ് ലൈൻ ഉണ്ടല്ലോ. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫും എല്ലാം നല്ല കോപ്പറേറ്റീവാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി ആദ്യം കുഞ്ഞാറ്റ പോയി, അത് കഴിഞ്ഞിട്ട് കുഞ്ഞാൻ പോയി, പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് സിപ്പ് ലൈനിൽ കയറി. പക്ഷേ ഇതിലൊക്കെ കയറാൻ പേടിയുള്ളവരാണെങ്കിൽ പാക്കേജ് എടുക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും റൈഡ് ഉണ്ടെങ്കിൽ അത് മാത്രം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു ജിൻസി, അവൾക്ക് ഇതിലൊക്കെ പേടിയായിരുന്നു. അതുകൊണ്ട് അവിടെ ആകെ 2 റൈഡ് മാത്രമേ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ അവൾക്ക് പാക്കേജ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ നമുക്കിവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, പിന്നെ പിള്ളേർക്കുള്ള ഐസ്ക്രീം, വാഷ്റൂം സംഗതികളൊക്കെ ഉണ്ട്. ഞാനിവിടെ ലാസ്റ്റ് പോയതൊരു 10-15 വർഷം മുമ്പ് കേട്ടോ. അന്ന് ഇതൊന്നുമില്ലായിരുന്നു ഇവിടെ. അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. ഇനി വല്ല ബോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കയറാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയൊക്കെ സംഗതികളുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ സൈക്ലിംഗ് ഉണ്ടായിരുന്നു. ഇതൊരു ഹാർഡസ്റ്റ് പാർട്ടായിരുന്നു കേട്ടോ. അത് കയറി പകുതി എത്തും വിചാരിച്ചു എന്തിനാണോ ഇത് ചൂസ് ചെയ്തതെന്ന്. കാരണം ഇങ്ങനെ കാല് വെച്ച് ഇത് കഴിഞ്ഞപ്പോൾ ഒരു നല്ല എക്സസൈസ് ആയിരുന്നു. തിരിച്ചെത്തിയപ്പോഴത്തേനും നല്ലതുപോലെ വേർത്ത് കുളിച്ച് പണി തീർന്നു കേട്ടോ. കാരണം നമ്മളിത് ബാലൻസ് പിടിച്ച് കാലെടുത്ത് വെച്ച്, പിന്നെ സ്ഥിരം ചെയ്യുന്നവർക്കൊന്നും കുഴപ്പമില്ലായിരിക്കും. ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരറ്റത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് നടന്നു വരാനായിട്ട് എത്രയും പെട്ടെന്ന് എത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇതൊക്കെയല്ലേ ഒരു രസം. നമ്മളെല്ലാവരും കൂടി പോകാൻ നേരത്ത് നമ്മളിപ്പോൾ കയറിയാലും കയറിയില്ലെങ്കിലും നമ്മൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു റിലാക്സ്, സ്ട്രെസ് ഫ്രീ, അങ്ങനെ ഒരു ടൈം കിട്ടുമല്ലോ. അതിനൊക്കെ പറ്റിയൊരു ഈവനിങ്ങിൽ പോകാനായിട്ട് പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ രക്ഷപ്പെട്ട് മുകളിലെത്തി. ഇത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലം വേറെ ഒരിടത്തും ഇല്ലായിരുന്നു കേട്ടോ. ഇത് മാത്രമായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കറങ്ങുന്ന ഇതിൽ കയറി. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ്റെ ഐസ്ക്രീമും ലേസും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതും വെച്ചാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. അപ്പോൾ അവന് ഒച്ചപ്പാട് വെച്ചപ്പോഴത്തേക്കും വായിക്കകത്ത് നിറച്ചും ലേസ് ഇരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിനൊക്കെ ഒരു മീഡിയം സൈസ് സ്പീഡേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവരൊക്കെ പിന്നെ ചുമ്മാതെ കടന്നിട്ട് കറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും കാറാനായിട്ട് തുടങ്ങി. അതിന് പിള്ളേർക്കൊരു വാട്ടർ റോളറുണ്ട്. ചുമ്മാ വെള്ളത്തിൽ കൂടെ കിടന്ന് കറങ്ങാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൽ ഇറങ്ങേണ്ടവർക്കാണെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിനവിടെ സ്ലൈഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് ഡ്രസ്സൊന്നും എടുത്തൊന്നുമില്ല. അതുകൊണ്ട് അവർ ഇറങ്ങിയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് തോണിയുണ്ട്, പിന്നെ ഈ ട്രെയിനൊക്കെ ഉണ്ട്. അപ്പോഴാണ് പിന്നെ ചിന്തിച്ചത് ഇവർ 6 മണിയാകാൻ നേരത്ത് ഇവരുടെ ചങ്ങാടം നിർത്തുമെന്ന്. അപ്പം ഇവർക്ക് ചാടാൻ കയറിയെടുത്തുനിന്ന് ഇവരെ പെട്ടെന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങാടത്തിലൂടെ കയറാൻ പോയി. പക്ഷേ അത് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ലല്ലോ. പക്ഷേ പിള്ളേർക്കൊന്നും വിത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളായിരുന്നു ചങ്ങാടത്തിലെ ലാസ്റ്റ് ആൾക്കാർ കേട്ടോ. സന്ധ്യയായി. ഇതാണ് നമ്മുടെ പഴശ്ശി ഡാമിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന കാഴ്ചകളൊക്കെ. അപ്പോൾ അവിടെ ഈ ചങ്ങാടം വലിക്കുന്ന ആ കൊച്ച്, അതിൻ്റെ ആണെങ്കിൽ അവസ്ഥ കൈ ഇങ്ങനെ വലിച്ച് പൊട്ടിയിട്ടൊക്കെയുണ്ട്. കാരണം രാവിലെ തൊട്ട് ഇങ്ങനെ നമ്മളോരോരുത്തരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയല്ലേ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടവും തോന്നും. പിന്നെ ഇതിൽ ഇങ്ങനെ പോകാൻ നേരത്ത് പിന്നെ അവിടെ ഇതുണ്ടായിരുന്നു, ഈ വെടിവെക്കുന്നതിൻ്റെ
ഗൺ ഷൂട്ട്. പക്ഷേ ആരും ചെയ്യുന്നതൊന്നും കറക്റ്റ് സ്ഥലത്തൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് ചെയ്യണമെന്നൊരു പപ്പ ഒരു പഴയ പട്ടാളക്കാരനാണ്. പപ്പയ്ക്ക് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ പപ്പ കയറി. പക്ഷേ പപ്പ എന്നിട്ട് പറഞ്ഞു ആ തോക്ക് പപ്പ ഉദ്ദേശിച്ച രീതിയിലുള്ള തോക്കല്ലെന്നൊക്കെ. എന്തായാലും പട്ടാളത്തിൽ കിട്ടുന്നത് പോലത്തെ ഇവിടെയൊന്നും കളിക്കുന്നിടത്ത് വെക്കത്തില്ലല്ലോ. പിന്നെ മുകളിലൊരു പെറ്റ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അധികം വലിയ സാധനങ്ങളൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ രാത്രിയായിരുന്നു ഓൾറെഡി ഞങ്ങൾ ആ പെറ്റ് സ്റ്റേഷനിൽ പോയപ്പം. അത് കണ്ടു വന്ന് പിന്നെ അമ്പെയ്ത്ത് നടത്തിയില്ലായിരുന്നു, അതും ചെയ്ത് പിന്നെ എല്ലാവരും കൂടെ വന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരാനായിട്ട് തുടങ്ങുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു പിള്ളേർക്ക് കയറാൻ പറ്റുന്നൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന്. അപ്പോൾ അവർക്ക് അതിൽ കയറണം. എന്നാൽ യാത്രകൾ എപ്പോഴും മനസ്സിന് സന്തോഷം തരുന്നതാണെങ്കിലും നമ്മൾ യാത്ര പോകാനായിട്ട് സമയം കണ്ടെത്താറില്ല. അതല്ലേ ഒരു സത്യം. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും തിരക്കുകൾ വരുമ്പോൾ നമ്മളത് ഒഴിവാക്കും, യാത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കത്തില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്കൊക്കെ ഫാമിലിയൊത്ത് എവിടെയെങ്കിലുമൊക്കെ യാത്രകളൊക്കെ പോകണം. അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ പോയപ്പോൾ പിള്ളേർക്ക് വളരെയധികം സന്തോഷമായി കേട്ടോ. ഒരു ഈവനിങ് നല്ലവണ്ണം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാൻ പറ്റും. കാരണം ഇവിടെ ഇപ്പം അട്രാക്റ്റീവ് സംഗതികളൊക്കെ, പിന്നെ എന്തായാലും ബോറടിക്കത്തില്ല, അത് ഞാൻ ഉറപ്പ് തരാം. പിന്നെ ഞങ്ങളെന്തായാലും പാക്കേജ് എടുത്തതിന് ഞങ്ങളത് മുതലാക്കി ഞങ്ങളെല്ലാ റൈഡിലും കയറി, ഒന്നുപോലും ഒഴിവാക്കിയില്ല. സമയം തീരുന്നതിന് മുമ്പ് എല്ലാം പെട്ടെന്ന് തീർത്ത് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ സന്തോഷിച്ച് തിരിച്ചു വന്നു. പിറ്റേ ദിവസം മക്കളൊക്കെ പറഞ്ഞ് നമുക്കൊന്നും കൂടെ പോയാലോ അവിടെ, കാരണം അവർക്ക് ഇങ്ങനെ യാത്ര പോകുക എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടം. അവർക്ക് കളിക്കാനായിട്ടൊക്കെ ഒരു സമയം കിട്ടുന്നതാണല്ലോ, അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെയല്ലേ. നൈറ്റ് ആയപ്പോഴത്തേനും അവിടെയൊക്കെ നല്ല ലൈറ്റുകളൊക്കെ ഇട്ടു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.